ഞാൻ ഉരുണ്ട് വീണത് ഈ ബോഡിയുടെ മണ്ടയ്ക്ക്. അപ്പോഴാണ് ഞാൻ ഈ ബോഡി കാണുന്നത്. സത്യം പറഞ്ഞാൽ ഈ എവറസ്റ്റ് കയറുന്ന 99% ആൾക്കാരെയും ഹെൽപ്പ് ചെയ്യുന്ന ഷെർപ്പന്മാരാണ് ശരിക്കും നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നത്. ഓക്സിജൻ ഇല്ലാതെ ഒരു 15 മിനിറ്റ് ഇരുന്നപ്പോഴാണ് ശരിക്കും എൻ്റെ ഒരു രണ്ടാമത്തെ ബർത്തായിരുന്നു ആ സമയത്ത്. കാരണം ഞാൻ മരിച്ചെന്ന് ഞാൻ ഉറപ്പിച്ചു. ഡെഡ് ബോഡി രക്ഷപ്പെടുത്തിയത് 8800 മീറ്ററിൽ. അവിടെ ഹിലാരി സ്റ്റെപ്പുള്ളത്. ഇതാണ് 3 പോയിന്റ്. അപ്പോൾ ഈ 60 ദിവസത്തെ 30 ദിവസം കഴിയുമ്പോൾ എനിക്ക് ന്യൂമോണിയ പോലെ അസുഖം വന്ന് എൻ്റെ ശരീരത്തിന് എനർജി മുഴുവൻ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് മറ്റുള്ളവർ പെർഫോം ചെയ്യുന്നവർ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഹസൻ ഖാൻ്റെ യാത്രയിൽ എനിക്ക് ഏറ്റവും എന്നെ ആകർഷിച്ച ഒരു കാര്യം, ഈ എവറസ്റ്റിന് മുകളിലേക്കുള്ള യാത്രയിൽ അതിൻ്റെ ബാൽക്കണിയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു അപകടം സംഭവിച്ചു. അതെ, അതും ഒരു ഡെഡ് ബോഡി ആണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് എന്ന് പറയുന്നത് കേട്ടു. അതെ, എന്തായിരുന്നു ആ സംഭവം? ഡെഡ് ബോഡി ജീവൻ രക്ഷിച്ചത് ബാൽക്കണിക്ക് മുകളിലാണ്. ബാൽക്കണി എന്ന് പറഞ്ഞാൽ 8400 മീറ്ററിലാണ്. നമ്മൾ ഈ 7800 മീറ്റർ സുബീർ ബക്ഷായിട്ട് കിടന്ന ക്യാമ്പ് ഉണ്ടല്ലോ, അതിൻ്റെ മേളിൽ 7800 നിന്ന് 8400 എത്തണം. അവിടെ നിന്നാണ് നമ്മൾ 8848 പോകുന്നത്. ഈ ഡെഡ് ബോഡി രക്ഷപ്പെടുത്തിയത് 8800 മീറ്ററിൽ. അവിടെ ഹിലാരി സ്റ്റെപ്പുള്ളത്. ഇതാണ് 3 പോയിന്റ്. ഒന്ന് നമ്മുടെ 4th ക്യാമ്പ് 7800, 8400, 8800, 8884, 8848. ഇതാണ് ഇതിൻ്റെ ഒരു മാർക്കിങ്. നമ്മൾ 7800 നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ ഒരു ഓക്സിജൻ സിലിണ്ടർ എനിക്ക് കിട്ടിയതെന്നല്ല, എനിക്ക് വെച്ച് തന്നതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടുതലായതുകൊണ്ട് എനിക്ക് ഫുൾ ഓക്സിജൻ എൻ്റെ ശരീരത്തിലേക്ക് കയറുകയാണ് ചെയ്തത്. അപ്പം ഈ ഓക്സിജൻ ഫുള്ളായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളൊരു സൂപ്പർ നാച്ചുറൽ പവർ നമുക്ക് ശരീരത്തിന് വരും. എനിക്കങ്ങനെ വന്നു. കാരണം ഞാൻ ഈ 60 ദിവസം വേണം എവറസ്റ്റ് എക്സ്പെഡീഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ 60 ദിവസത്തെ 30 ദിവസം കഴിയുമ്പോൾ എനിക്ക് ന്യൂമോണിയ പോലെ അസുഖം വന്ന് എൻ്റെ ശരീരത്തിന് എനർജി മുഴുവൻ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് മറ്റുള്ളവർ പെർഫോം ചെയ്യുന്നവർ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഒരാൾ നടക്കുന്നവർ നടക്കാൻ പറ്റുന്നില്ല, എനർജി ഇല്ല. പക്ഷേ എനിക്ക് ക്ലൈംബ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഞാൻ തിരിച്ച് താഴെ ഒരു മൊണാസ്ട്രിയിൽ വന്ന് 7-8 ദിവസം ധ്യാനത്തിലൊക്കെ ഇരുന്ന് അവിടെ കുറച്ച് വെല്ലായിട്ടാണ് വീണ്ടും ഞാൻ കയറി പോകുന്നത്. അങ്ങനെ ആരും പോകാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡിസെൻഡ് ചെയ്തിട്ട് വീണ്ടും അസെൻഡ് ചെയ്യുമ്പോൾ വീണ്ടും ഈ അസുഖം തിരിച്ചു വരും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിലാണ് ഞാൻ 7800 മീറ്റർ നിൽക്കുന്നത്. അപ്പോൾ ഈ ഓക്സിജൻ ഫുള്ള് വെച്ച് തന്ന സമയത്ത് നമ്മൾ ഒന്നും എനിക്കറിയത്തില്ല, കാരണം ഇത് ഫുള്ളാണ് വെച്ച് തന്നേക്കുന്നത്. പക്ഷേ എനിക്ക് അപാരമായിട്ടുള്ള എൻ്റെ പവർ എനർജി കിട്ടിയിരിക്കുക. ആ ഒരു എനർജി വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ബേസ് ക്യാമ്പ് മുതൽ സമ്മിറ്റ് വരെ റോപ്പ് ചെയ്തിട്ടുണ്ട്. റോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട് മലയിൽ. അപ്പോൾ നമ്മൾ ക്ലൈംബ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇതിനകത്തൊരു സേഫ്റ്റി ഇടും, നമ്മൾ കുഴിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബോഡിയും ഈ റോപ്പുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. ഒരാളെ ഓവർടേക്ക് ചെയ്ത് വേറെ ആൾ പോകാറില്ല, ഇങ്ങനെ പുറകെ പോകാറുള്ളൂ. ഒരാൾ മാറി നിന്നാൽ മാത്രമേ ഉള്ളൂ അടുത്ത ആൾ പോകുന്നത്. അപ്പോൾ ഈ രാത്രി നമ്മൾ 7:30 നമ്മൾ നൈറ്റിൽ ക്ലൈംബ് ചെയ്ത് തുടങ്ങുന്നത് സമ്മിറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് ഫുൾ ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ട് എൻ്റെ എനർജി എനിക്ക് തന്നെ പിടിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഈ എന്താ പറയുക, കൈയും കാലും ഒന്നും ഇല്ലാത്തവർക്ക് ഇവർക്ക് കൈയും കാലും പുതിയതായിട്ട് കൊടുക്കുക എന്ന് ആലോചിച്ചാൽ അവർ ഓടുന്നൊരു സ്പീഡ് കാണുമല്ലോ, അല്ലേ? ഇപ്പോൾ കണ്ണ് കാണാത്തവർക്ക് ആദ്യമായിട്ട് കണ്ണ് കാണുമ്പോൾ സന്തോഷമുണ്ടല്ലോ, അതുപോലെ ഞാൻ ചത്തിരിക്കുകയാണ്. അത് അനങ്ങാൻ പറ്റാം. പക്ഷേ എനിക്ക് കയറിയേ പറ്റും. ഞാൻ എങ്ങനെയും കയറും. ചിലപ്പം 10 മണിക്കൂർ കൊണ്ട് നടക്കേണ്ടത് 20 മണിക്കൂർ ആവുമായിരിക്കും. ഞാൻ പക്ഷേ മേളിലെത്തും. ആ സമയത്താണ് ഓക്സിജൻ കിട്ടുന്നത്. അപ്പോൾ ഈ റോപ്പിൽ പിടിച്ച് പോകുന്ന ആൾക്കാർ പതുക്കെയാണ് പോകുന്നത്. എനിക്ക് അതിൽ പിടിച്ച് പോകാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര എനർജിയായി. അപ്പോൾ ഞാൻ ഈ റോപ്പിൽ പിടിക്കാതെ ഡേഞ്ചറസ് ആയിട്ട് ഓടി കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു മേളിലേക്ക്. ഇതൊന്നും ചരിത്രത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല. അപ്പം നമ്മുടെ കമ്പനിക്കാരൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ ഭ്രാന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനും ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെ കയറുക. അപ്പോൾ അവിടെ 8400 മീറ്ററിലാണ് അടുത്ത സിലിണ്ടർ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ എത്തണം ഈ സിലിണ്ടറുമായിട്ട്. അവിടെ നിന്ന് 20 മീറ്റർ താഴെ വെച്ച് ഈ സിലിണ്ടർ തീർന്നു. കാരണം വെച്ചാൽ 15 തന്നുകൊണ്ടിരിക്കുകയല്ലേ, 2.5 തരേണ്ടതാണ്. അത്രയും തന്നുകൊണ്ട് അവിടെ തീർന്നു. പിന്നെ ഓക്സിജൻ ഇല്ല. പിന്നെ 20 മീറ്ററേ മേളിലെത്താറുള്ളൂ അടുത്ത സിലിണ്ടറിന്. പക്ഷേ 20 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളാണ്, ഇതുപോലെ ക്ലൈംബ് ചെയ്യുന്ന വോളാണ്. നമ്മൾ നിലവിളിച്ചാൽ സൗണ്ട് പുറത്തേക്ക് വരത്തില്ല. നമ്മുടെ മാസ്ക് വെച്ചിരിക്കുക, മാസ്ക് എടുത്തു കഴിഞ്ഞാലും നമ്മൾ സൗണ്ട് പുറത്തേക്ക് വരത്തില്ല. മാത്രമല്ല രാത്രിയാണ്. അപ്പോൾ നമ്മുടെ തലയിൽ വലിയൊരു ഹെഡ് ലാമ്പ് വെച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ മുഖം ആർക്കും മനസ്സിലാകത്തില്ല. ലാമ്പ് ലൈറ്റ് മാത്രമേ കാണത്തുള്ളൂ, ഒരു വലിയ പ്രകാശം മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അവിടെ ഇരുന്ന് ഒരു 15 മിനിറ്റ് ഈ ഓക്സിജൻ ഫുള്ള് കിട്ടിയിട്ടേ, ഓക്സിജൻ തീരുമ്പം ഉള്ളൊരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഓക്സിജൻ ഇല്ലാതെ നമ്മൾ ക്ലൈംബ് ചെയ്യാമെന്ന് വെച്ചോ, അതിനേക്കാളും വളരെ കൂടുതലായിരിക്കും. കാരണം ഇത്രയും ബോഡി കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല. ബോഡി കിട്ടാതെ നമ്മൾ ബോഡിക്ക് തന്നെ ഭ്രാന്താവും. അപ്പോൾ അങ്ങനെ ഓക്സിജൻ ഇല്ലാതെ ഒരു 15 മിനിറ്റ് ഇരുന്നപ്പോഴാണ് ശരിക്കും എൻ്റെ ഒരു രണ്ടാമത്തെ ബർത്തായിരുന്നു ആ സമയത്ത്. കാരണം ഞാൻ മരിച്ചെന്ന് ഞാൻ ഉറപ്പിച്ചു. അപ്പോൾ മരണമെന്ന് വേറൊരു ഓപ്ഷനും ഇല്ല. ഞാനൊരു 70 ഡിഗ്രി സ്ലോപ്പിൽ -30 ഡിഗ്രിയിൽ ആങ്കർ ചെയ്ത് അങ്ങനെ ഇരിക്കുക, താഴോട്ട് നോക്കി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്.
ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്ന് നോക്കുക. പക്ഷെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ബോധം പോവുകയും ചെയ്യും. നമുക്കിങ്ങനെ ഒരു ബോധം വന്നും പോയി നിൽക്കുന്നൊരവസ്ഥയാണ്. ഓക്സിജൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ മരണം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും നമ്മളൊരു മരണത്തെ വളരെ ഭീകരമായിട്ടല്ല കാണുന്നത്. പക്ഷേ അത് വളരെ സമാധാനപരമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഴയ കാലങ്ങളും നമ്മുടെ ചിന്തകളും ഒക്കെ ഇങ്ങനെ ഹലൂസിനേഷൻസ് ആവാം, മനസ്സിലൂടെ ഒക്കെ ഇങ്ങനെ പോവുകയും അത് തൊട്ടുമ്പോൾ ആരെങ്കിലും വന്ന് അടുത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ആ ബോധം തെളിയുകയും അവരെ കാണുകയും വീണ്ടും നമ്മൾ ആ ഒരു പഴയ ഓർമ്മകളിലേക്ക് പോയി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് 15-20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ മേളിൽ നിന്ന് ഒരാൾ എന്നെ അന്വേഷിച്ച് താഴേക്ക് വന്ന്, കമ്പനിയുടെ ആൾ മേളിലുണ്ട്, അത് താഴെ വന്നിട്ടാണ് എനിക്ക് സിലിണ്ടർ തരാൻ ശ്രമിച്ചത്. സിലിണ്ടർ തരാൻ ശ്രമിക്കുന്ന സമയത്തും ഈ ഓക്സിജൻ സിലിണ്ടറിൻ്റെ റെഗുലേറ്ററും എൻ്റെ സിലിണ്ടറിൻ്റെ എൻ്റെ മാസ്കിൻ്റെ റെഗുലേറ്ററും തമ്മിൽ കണക്റ്റ് ആവുന്നില്ല. കാരണം ഇവർ ഈ ഐസ് ഘനീഭവിക്കും ഈ ഒരു -30 ചെറിയ നൈസായിട്ട്. അപ്പോൾ ഇങ്ങനെ ഗ്യാസ് ഊറ്റി കൃത്യമായിട്ട് ഫിറ്റ് ആയില്ലെങ്കിൽ കാറ്റ് ഗ്യാസ് പോകത്തില്ല, അതോടെ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുക. അതാകുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് കുറ്റി തീരും. അതുകൊണ്ട് പിന്നെ വേറെ പർപ്പസ് ഇല്ല. പിന്നെ അവസാനം ഷെർപ്പ പുള്ളിക്കാരൻ്റെ സിലിണ്ടർ മാസ്ക് തന്നിട്ടാണ് ഞാൻ 20 മീറ്റർ കയറുന്നത്. അങ്ങനെ കയറി ബാൽക്കണിയിലെത്തി. ബാൽക്കണി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അവിടെ. ബാൽക്കണിയായിട്ട് പണിഞ്ഞ് വെച്ചിരിക്കുകയല്ല, അവിടെ ഒരു ചെറിയൊരു പരന്ന പ്രദേശമാണ്, അതുകൊണ്ട് ബാൽക്കണി എന്ന് പറഞ്ഞിരിക്കുന്നത്. 8400 മീറ്റർ. അവിടുന്ന് വീണ്ടും അടുത്ത സിലിണ്ടർ വെച്ച്, സത്യം പറഞ്ഞാൽ അവിടുന്ന് എനിക്ക് താഴേക്ക് ഇറങ്ങാനാണ് എളുപ്പം. എൻ്റെ ഷെർപ്പ എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി കയറാൻ പറ്റത്തില്ല, നിങ്ങൾ ബോഡി ചത്തു, നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളപ്പോഴും കയറണം എന്നുള്ളൊരു സെൽഫ് മോട്ടിവേഷൻ നമ്മളിങ്ങനെ മനസ്സിൽ കൊടുത്ത് പുറത്തുനിന്ന് നെഗറ്റീവ് മോട്ടിവേഷൻ കിട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ വേറെ ആരുമില്ല. അപ്പോൾ അങ്ങനെ കയറി ആണ് 8800 മീറ്ററിലെത്തുന്നത്. അവിടെ ഹിലാരി സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സ്ഥലം. എവറസ്റ്റിലേക്ക് കയറുന്നതിൻ്റെ ലാസ്റ്റ് ഹഡിലെന്ന് പറയുന്നത് ഈ ഹിലാരി സ്റ്റെപ്പാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാറയുടെ ഇടുക്കാണ്. നമ്മൾ ഈ 2015 ഭൂകമ്പം ഉണ്ടായപ്പോൾ ഇത് പൊളിഞ്ഞ് മാറി വേറെ രൂപത്തിലേക്കായി. പണ്ട് ആൾക്കാർ അങ്ങനെയല്ല പോയത്. ഇപ്പം ഈ പാറയുടെ ഇടുക്കിൽ കൂടെ നമ്മൾ ഒരാൾ മാത്രം ഞൊഴഞ്ഞ് മുകളിലേക്ക് കയറണം. അത് കയറുന്നതിന് തൊട്ട് മുമ്പ് ഒരു വലിയ ലൈം സ്റ്റോണിൻ്റെ റോക്ക് കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ കാലിൽ ക്രാമ്പോൺ ഇട്ടിട്ടുണ്ട് ഷൂവിൻ്റെ അടിയിൽ. ആ ക്രാമ്പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഐസിൽ മാത്രം ചവിട്ടാൻ വേണ്ടിയുള്ള, റോക്കിൽ ചവിട്ടിയാൽ തന്നെ പോകും. അപ്പോൾ ഈ ലൈം സ്റ്റോൺ റോക്ക് വളരെ സ്മൂത്തായിട്ട് കിടക്കുക, മഞ്ഞൊക്കെ വീണിട്ട് വളരെ മിനിസപ്പെടുത്തി നമ്മൾ മാർബിൾ പോലെ ആക്കിയിട്ട് കിടക്കുക. ഞാൻ ഇതിലോട്ട് കാലം അങ്ങോട്ട് വെക്കുകയും തെന്നി അടിച്ച് വീണു. പക്ഷേ ഈ റോപ്പിൽ ഇട്ടിട്ടുള്ളതുകൊണ്ട് എന്താ, എൻ്റെ റോപ്പ് അവിടെ ഉണ്ട്. അപ്പം ഈ ഹിലാരി സ്റ്റെപ്പ് ക്ലോസ് ചെയ്യാൻ 2 റോപ്പ് ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് ഈ 8800 മീറ്റർ അപ്പോൾ ബോധമൊന്നുമില്ല, പകുതി ഹാലൂസിനേഷനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പുറത്തും ഓക്സിജൻ കിട്ടുന്നുണ്ടെങ്കിലും ഹാലൂസിനേഷനില്ല. ഇങ്ങനെ 2 റോപ്പുണ്ട്. അപ്പോൾ ഈ റോപ്പ് പിടിച്ച് വേണം അത് പോകാൻ. ഞാൻ ഈ റോപ്പ് വഴി ഇങ്ങനെ പോയതുകൊണ്ട് ഈ അവിടെയാണ് ഈ ബോഡി കിടക്കുന്നത്, സൈഡിലൊരു ബോഡി കിടക്കുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ പിന്നീട് ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നായിരുന്നു. ആ സമയത്ത് വീഡിയോയുടെ കാര്യം പിന്നെ പറയാം. അപ്പോൾ ഞാൻ ഉരുണ്ട് വീണത് ഈ ബോഡിയുടെ മണ്ടയ്ക്ക്. അപ്പോഴാണ് ഞാൻ ഈ ബോഡി കാണുന്നത്. അപ്പോൾ എൻ്റെ കാലിൽ ക്രാമ്പോൺ അങ്ങ് തെറിച്ച് പോവുകയും ചെയ്തു. ഈ ക്രാമ്പോൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഐസിൽ ചവിട്ടുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഐസെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞല്ല, ബ്ലൂ ഐസാണ്. വർഷങ്ങളായിട്ട് കിടന്ന് മറ്റേ കരിങ്കല്ല് പോലെ ഐസാണ്. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഷൂവാണ്, അതങ്ങോട്ട് ചവിട്ടുമ്പോൾ തന്നെ നമ്മൾ തെന്നി അടിച്ചു. അപ്പോൾ ഒരു കാലിന് ഗ്രിപ്പില്ല, ഒരു കാലം ഗ്രിപ്പുണ്ട്. പിന്നെ മുകളിലേക്ക് അങ്ങനെ പോകേണ്ട. അപ്പോൾ ഈ ഡെഡ് ബോഡിയിൽ നിന്ന് അവിടെ പിടിച്ച് നിന്നിട്ടാണ് ഞാൻ വീണ്ടും എഴുന്നേറ്റ് വന്നിട്ട് മറ്റേ റോപ്പിൽ ഇട്ടത്. അത് വല്ലാത്ത അനുഭവമായിരുന്നു. കാരണം അവിടെ 3 പ്രാവശ്യം തെന്നി അടിച്ചു വീണു. വലിയ ജാക്കറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് കൈ മുറിഞ്ഞില്ല. 3 പ്രാവശ്യം വീഴുന്ന സമയത്താണ് ഡെഡ് ബോഡി കാണുന്നത്. വീഴുന്ന സമയത്താണ് ഡെഡ് ബോഡി കാണുന്നത്. ഡെഡ് ബോഡി അവിടെ തന്നെ കിടപ്പുണ്ട്, ഇപ്പോൾ സ്റ്റിൽ അവിടെ ഉണ്ട്. അപ്പം പല ആൾക്കാരും ചോദിക്കും, ചില വീഡിയോസൊക്കെ ഞാൻ എടുക്കാറുണ്ട് ഈ പോകുമ്പോഴൊക്കെ. കാരണം ആൾക്കാർക്ക് ഇപ്പോൾ ഞാൻ പണ്ട് എവറസ്റ്റിൽ പോകുന്നതിന് മുമ്പ് വീഡിയോസൊന്നും എടുക്കത്തില്ലായിരുന്നു. എനിക്ക് സോഷ്യൽ മീഡിയ പോലും ഇല്ല 2022 മുന്നേ. അപ്പോൾ നമ്മൾ സ്പോൺസർമാരെ കണ്ടുപോകുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എത്ര സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് ഉണ്ട്, നിങ്ങൾ ഡിജിറ്റൽ ഫുട് പ്രിൻ്റ് എന്താണ്? നമ്മൾ ഒരു ഡിജിറ്റൽ ഫുട് പ്രിൻ്റ് 60,000 വരെ. അങ്ങനെ എവറസ്റ്റ് എനിക്ക് സ്പോൺസർ ഒന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നീടാണ് ഞാനിങ്ങനെ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതുപോലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആൾക്കാർ അതെന്താ വീഡിയോ എടുക്കാൻ? എടോ, ഞാൻ അവിടെ രക്ഷപ്പെടാൻ നോക്കുക. ഞാൻ റിയലായിട്ട് എൻ്റെ ത്രെട്ട് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്? അങ്ങനെ മരിക്കാണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോ സമയത്ത് അത് നല്ല കണ്ടൻറ്റാണ്. ഞാൻ പറയും, ഇത് എൻ്റെ ജീവിതം പോകുന്ന അതൊന്നും നമുക്ക് വീഡിയോയിൽ കിട്ടാറില്ല. അപ്പം അവിടുന്ന് അപ്പം ഞാൻ ഇതുപോലെ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ക്യാമറയുണ്ട്. അപ്പം എനിക്ക് വയ്യാമല്ലോ. ഞങ്ങളുടെ കമ്പനി പറഞ്ഞ്, നിങ്ങൾ ക്ലൈംബിങ്ങിൽ ഫോക്കസ് ചെയ്യണം, നിങ്ങൾ വീഡിയോ എടുക്കുന്നതിൽ ഫോക്കസ് ചെയ്യരുതെന്ന് പറഞ്ഞു. ശരിയാണ്, നമ്മൾ വീഡിയോ എടുക്കുന്നത് വേറെ തരം ഫോക്കസിങ്. അപ്പോൾ അങ്ങനെ അതെല്ലാം ഞാൻ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ക്ലൈംബ് ചെയ്യാൻ. എനിക്ക് എങ്ങനെയും മുകളിലെത്തണം. അപ്പോൾ അങ്ങനെ ഈ ഹിലാരി സ്റ്റെപ്പ് ക്രോസ് ചെയ്ത് വീണ്ടും 2 മണിക്കൂർ നടക്കണം ഈ എവറസ്റ്റിൻ്റെ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കാലയിൽ ക്രാമ്പോൺ ഇല്ല, ഒരു കാലം ക്രാമ്പോൺ ഉണ്ട്. അപ്പോൾ ഈ നമ്മൾ ഹലോ എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ജഗതി നടക്കുന്ന ഒരു നടത്തമുണ്ട്, കണ്ടിട്ടുണ്ടോ? അങ്ങനെ നടന്നേ പറ്റൂ. കാരണം ഒരു കാലിൽ മാത്രമേ എനിക്കിതുള്ളൂ, മറ്റേ കാലം പിടിക്കണം. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് സ്ട്രെച്ചാണല്ലോ അത്. അപ്പം നമ്മുടെ പുറകിൽ ഞാനൊരു വലിയ ക്യൂ തന്നെ സൃഷ്ടിച്ചു എവറസ്റ്റിൻ്റെ മുകളിൽ. എന്നെ ക്രോസ് ചെയ്ത് ഇവർക്ക് പോകാനും പറ്റത്തില്ല.
അപ്പം അങ്ങനെ വലിയ വലിയ കമ്പനിക്കാരൊക്കെ എൻ്റെ പുറകിൽ അങ്ങനെ പതുക്കെ 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 നടന്നിട്ടാണ് എവറസ്റ്റിൻ്റെ മുകളിലെത്തുന്നത്. ഈ എവറസ്റ്റിൻ്റെ മുകളിലെത്തിയ ആളുകൾ അല്ലെങ്കിൽ പർവ്വതാരോഹകരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഈ ഹാലൂസിനേഷനെ കുറിച്ച്. എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്? എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, എനിക്ക് പല സമയങ്ങളിലും ഹാലൂസിനേഷൻസ് വന്നിട്ടുണ്ട് ഈ ഓക്സിജൻ കുറയുന്ന സമയത്ത്. ഒന്നെന്ന് വെച്ചാൽ എവറസ്റ്റിൽ ഈ സമയത്ത് 7800 മീറ്ററിൽ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഹാലൂസിനേഷൻസ് വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. അതൊന്ന്. രണ്ടാമത്തെ, എനിക്ക് മറ്റേ അവതാറിലെ പക്ഷികളുണ്ടല്ലോ, ആ സമയത്ത് അവതാർ ഇതിങ്ങനെ താഴെ പറന്നു പോകുന്നതായിട്ട് ഭയങ്കരമായിട്ടും കണ്ടു, ഒരുപാട് പക്ഷികൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുക. കാരണം നമുക്ക് ഹാലൂസിനേഷൻ വന്നു കഴിയുമ്പോഴേ നമ്മളുടെ പുറത്തുള്ള സിഗ്നൽസ് അല്ല ബോഡി എടുക്കും, നമ്മുടെ ബ്രെയിനകത്ത് തന്നെ ഇത് പ്രോസസ്സ് ചെയ്യും. നമ്മുടെ സ്വപ്നം എന്താണെന്നുള്ള കാര്യം ബ്രെയിൻ മനസ്സിലാക്കിയിട്ട് നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന തോന്നലുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ല, റിയൽ. നമുക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ശരിക്കും ഞാൻ താങ്കളോട് ഇരിക്കുകയാണല്ലോ, താങ്കൾ റിയൽ ആണെന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. കാരണം വെച്ചാൽ ഇതുപോലെ തന്നെ വരും സ്വപ്നത്തിൽ. അപ്പം പിന്നീട് ഞാനിതിൽ ഒരുപാട് റിസർച്ച് ചെയ്യുകയും ഞാൻ മെഡിറ്റേറ്റ് ചെയ്ത് ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു. മെഡിറ്റേറ്റ് ചെയ്ത് നമുക്ക് ഈ ഓക്സിജൻ ഡെഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, നമ്മൾ ഈ ദൈവത്തെയൊക്കെ കണ്ടു എന്ന് ആൾക്കാർ പറയത്തില്ലേ, ദൈവം പ്രത്യക്ഷപ്പെട്ടു, വരം തന്നു, ഈ മുനിമാർ ഒരുപാട് തപസ് ചെയ്തു. അപ്പോൾ തപസ് ഇങ്ങനെ ആയിരിക്കും എന്നല്ല, തപസ് ചെയ്ത് അവരൊരു മെഡിറ്റേറ്റീവ് സ്റ്റേജിലെത്തും. അവർക്ക് ഈ ഓക്സിജൻ വളരെ കുറച്ചെടുത്താൽ മതി. ചിലപ്പോൾ 3 മിനിറ്റ് കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു ശ്വാസം എടുക്കുന്നത്. ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റും. ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് ഹാലൂസിനേഷൻസിലായിരിക്കും നമ്മൾ ഫുള്ള്. നമ്മുടെ പുറത്ത് കണ്ണ് തുറക്കുന്നില്ലല്ലോ, നമ്മുടെ ബ്രെയിൻ ഇവർ ഉറങ്ങുമല്ല, ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം റിയലായിട്ട് ഫ്രണ്ടിൽ, ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്, ദൈവം മുന്നിൽ വന്ന് കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, ദൈവം എല്ലാ രൂപങ്ങളും കാണിച്ചു തരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു വേൾഡാണ്. അതിൽ ലയിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ നമുക്ക് റിയൽ വേൾഡിലേക്ക് വരാൻ വേണ്ടി നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇത്തരം അനുഭവങ്ങൾ പലപ്പോഴായിട്ട് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഒന്ന്, ബോഡി ചിലപ്പം ഞാൻ ഡെനാലിൽ നിൽക്കുമ്പോൾ ഓവർ സ്ട്രെസ് ആകുമ്പോഴേ, ബോഡി ഓവർ സ്ട്രെസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൈൻഡ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാലൂസിനേഷൻസ് കാണിച്ചു തരും. അത് നമുക്ക് ഒരു പ്രാവശ്യം ഇത് നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഈ എവറസ്റ്റ് യാത്രയിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും ഒരാൾ എവറസ്റ്റ് കീഴടക്കി അല്ലെങ്കിൽ എവറസ്റ്റ് ചവിട്ടിക്കയറി എന്ന് അവകാശപ്പെടുമ്പോഴും അദ്ദേഹത്തോടൊപ്പം ഒരു ഷെർപ്പ കൂടി അതിൽ പങ്കാളിയാവുന്നുണ്ട് അല്ലേ? നമുക്ക് മുമ്പേ ഒരു ഷെർപ്പ അവിടെ എത്തുന്നു. ഈ ഷെർപ്പകൾ പക്ഷേ അങ്ങനെ അവരുടെ ഈ സാഹസികത അങ്ങനെ രേഖപ്പെടുത്തപ്പെടുന്നില്ല. എങ്ങനെയാണ് ഈ ഷെർപ്പകളുടെ ഒരു ജീവിത രീതി? ഷെർപ്പകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർ തന്നെയാണ്. ഏകദേശം ഒരു 4000 മീറ്ററിന് മുകളിലാണ് ഇവർ ജനിക്കുന്നത്, ഇവർ ജീവിക്കുന്നത് നേപ്പാളിലെ പല സ്ഥലങ്ങളിലായിട്ട്. അപ്പം മെയിനായിട്ടും ഇവരുള്ളത് നമ്മുടെ കുംബു റീജിയൻ എന്നാണ് പറയുന്നത്, ഈ എവറസ്റ്റിലുള്ള റീജിയൻ ഉൾപ്പെടുന്നത്, സോളു കുംബു എന്ന് പറയും. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെയാണ്, അവരൊരു കമ്മ്യൂണിറ്റിയാണ് ഷെർപ്പ എന്ന് പറയുന്നത്. ഇപ്പം ലക്പാനൂരു ഷെർപ്പ, നിമ്മ, ദായി ഷെർപ്പ, അങ്ങനെ അവരുടെ അവസാനത്തെ നെയിം ഷെർപ്പ എന്നായിരിക്കും. അപ്പോൾ ഇവരുടെ പ്രത്യേകത ശാസ്ത്രീയമായിട്ട് ഞാൻ ഇവരെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വെച്ചാൽ, ഇവർ മനുഷ്യന്മാർ തന്നെയാണ്. പക്ഷേ സാധാരണ നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിലുള്ളവരുമായിട്ട്, അല്ലെങ്കിൽ ഈ സീ ലെവലിൽ ജീവിക്കുന്നവരായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. ഇവർ ഹൈ മൗണ്ടനിൽ ജീവിക്കാൻ വേണ്ടി അഡാപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ആർട്ടറീസിന് നമ്മുടെ ആർട്ടറീസിനേക്കാളും വലിപ്പം കൂടുതലാണ്. ഇവർക്ക് ദൈവം ആണ് പൊക്കം കുറച്ച് വെച്ചിരിക്കുന്നത്. കാരണം ഇവരുടെ ബ്രെയിനും ഇവരുടെ ഹേർട്ടും തമ്മിൽ ഡിസ്റ്റൻസ് കുറവാണ്, നമുക്ക് കൂടുതലാണ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് എത്ര തണുപ്പ് വേണമെങ്കിലും ഇവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം ഇവരെ തണുപ്പ് സ്ഥലത്ത് തന്നെയാണ്, തണുപ്പ് ഇവർക്കൊരു പ്രശ്നമേ അല്ല. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ജനിച്ചവരാണ്. പിന്നെ ഇവരുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി നമ്മളുടെ ലങ്സിനേക്കാളും വളരെ കൂടുതലാണ്. കാരണം ഞാനിപ്പം നേപ്പാളിൽ പോയപ്പം 3440 മീറ്ററിൽ നാംചെ ബസാർ എന്ന സ്ഥലമുണ്ട്. അവിടെ എന്ന് വെച്ചാൽ സ്കൂളുണ്ട്. 3440 മീറ്റർ ലേയേക്കാളും ഉയരമാണ്. അപ്പോൾ അവിടെ പിള്ളേർ നമ്മുടെ കണ്ടത്തിൽ കളിക്കുന്നത് പോലെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക. ഓക്സിജൻ വളരെ കുറവായിരിക്കും, അവർക്കിത് അറിയത്തില്ലല്ലോ. അപ്പോൾ അവരുടെ ബോഡി എന്തായിരിക്കും? അപ്പോൾ അവരുടെ ബോഡി ഭയങ്കര പവർഫുൾ ആയിരിക്കും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സൂപ്പർമാരായിരിക്കും. അപ്പോൾ അവരൊക്കെയാണ് ശരിക്കും ഈ പറയുന്ന ഈ ഹെൽപ്പ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ആയിട്ടുള്ളവർ. പിന്നെ ഈ ഷെർപ്പകളില്ലാതെ എവറസ്റ്റ് ക്ലൈംബ് ചെയ്യാൻ ഇപ്പം പറ്റത്തില്ല. പണ്ട് ഒറ്റയ്ക്കൊക്കെ അനുവദിക്കുമായിരുന്നു, ഇപ്പം ഒരു ഗൈഡില്ലാതെ ക്ലൈംബ് ചെയ്യാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഈ എവറസ്റ്റ് കയറുന്ന 99% ആൾക്കാരെയും ഹെൽപ്പ് ചെയ്യുന്ന ഷെർപ്പന്മാരാണ് ശരിക്കും നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നത്. ഞാൻ തെനാലിയിലൊക്കെ പോകുമ്പോൾ 60 kg കൊണ്ടുപോകണമെന്ന് പറഞ്ഞില്ലേ, ഈ ഷെർപ്പന്മാർ എവറസ്റ്റ് നമ്മൾ എത്ര കിലോ കൊണ്ടുപോകും? മാക്സിമം 3 കിലോ 4 കിലോ മാത്രമേ നമ്മുടെ ബാഗിൽ കാണത്തുള്ളൂ. ബാക്കി എല്ലാം ഈ ഷെർപ്പന്മാരാണ് ചുമക്കുന്നത്. അവർ 2-3 പ്രാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയാസ് ക്രോസ് ചെയ്ത് ഒരു ക്യാമ്പിൽ നിന്ന് അടുത്ത ക്യാമ്പിൽ നമ്മുടെ സാധനം കൊണ്ടുവെക്കും. അപ്പോൾ നമ്മൾ ഈ 3 കിലോ ഇട്ട് നമ്മളവിടെ എത്തും.
അവർ വീണ്ടും ഇവിടുന്ന് ഈ സാധനം എല്ലാം ചുമന്ന് അടുത്ത ക്യാമ്പിൽ കൊണ്ടുവെക്കും. അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ നമ്മുടെ ബോഡി മാത്രം നമുക്ക് തൂക്കിയാൽ മതി. അവരുടെ ഒരു ജെനറ്റിക്സ് കൊണ്ടാണ് അവർ ഭയങ്കരമായിട്ട് ലോഡ് ക്യാരി ചെയ്യുന്ന ആൾക്കാർ. അവിടെ ജീവിക്കാൻ പറ്റിയ തരത്തിലുള്ളൊരു മെക്കാനിസത്തോട് കൂടിയാണ് അവർ വരുന്നത്. അവർ എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് വെച്ചാൽ ഇവർ ഭയങ്കരമായിട്ട് സിഗരറ്റ് വലിക്കും. ഇവർ എവറസ്റ്റിൻ്റെ മുകളിലൊക്കെ വന്ന് സിഗരറ്റ് വലിക്കും. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ നമ്മുടെ മുന്നിൽ നിന്ന് വലിക്കത്തില്ല. ഇവർക്ക് നാണോ. ഇവർ നമ്മളെക്കാൾ സ്പീഡിൽ പോകും കുറച്ച് ചില ഏരിയയിൽ. എന്നിട്ട് നമ്മൾ എത്തുന്നതിന് മുമ്പ് ഇവർ 2 സിഗരറ്റൊക്കെ വലിച്ച് അവിടെ ഇട്ടിട്ട് ഇവർ പോകും. ഭയങ്കര കപ്പാസിറ്റി അവർക്ക്. ഓക്കെ. അപ്പോൾ ഈ ഷെർപ്പകൾ വളരെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി. ഒരു കാര്യം കൂടെ പറയാൻ മറന്നു. ഷെർപ്പകളെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം ലോക പ്രശസ്തമായിട്ടുള്ള ഷെർപ്പമാരുണ്ട്. കാമി റീത്ത ഷെർപ്പ എന്ന് പറയുന്ന ഒരു ഷെർപ്പയുണ്ട്. അദ്ദേഹം 30-31 പ്രാവശ്യം മൗണ്ട് എവറസ്റ്റ് ക്ലൈംബ് ചെയ്ത ഒരാളാണ്. 31 പ്രാവശ്യം എവറസ്റ്റ്, വർഷത്തിൽ ഒരു പ്രാവശ്യം എവറസ്റ്റ് ക്ലൈംബ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക്. ഇത്രയും വർഷം ഇദ്ദേഹത്തിൻ്റെ ക്ലയൻസിൻ്റെ കൂടെ അല്ലാതെ എവറി ഇയർ ഇദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് എവറസ്റ്റ് കയറുക. അദ്ദേഹത്തിൻ്റെ പേര് വലിയ ഫൗണ്ടേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പം നേപ്പാളിൽ തന്നെയുള്ള ഷെർപ്പന്മാർ വലിയ വലിയ കമ്പനികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ വിദേശ കമ്പനികളായിരുന്നു ഭയങ്കര റിച്ചായിട്ട് പൈസ മേടിച്ച് റിച്ച് ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്നത്. ഇപ്പം നിംസ് ദായ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഷെർപ്പയാണ്. അദ്ദേഹം എലൈറ്റ് എക്സ്പേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്ത് ലോകത്തിലെ തന്നെ ഞാൻ പോയ എവറസ്റ്റ് എക്സ്പെഡിഷൻ 45 ലക്ഷം രൂപയായി. ഇപ്പം സഫ്രീന ലത്തീഫ് എന്ന് പറഞ്ഞ പുള്ളിക്കാർ 65-70 ലക്ഷം രൂപയായി. 1 കോടി 1.5 കോടിക്കൊക്കെ നിങ്ങൾക്ക് എവറസ്റ്റിന് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സൗകര്യങ്ങളും കുറച്ചുകൂടെ കൂടുതലായി. നമ്മളെന്തായാലും നടന്ന് മേളിലെത്തണം. പക്ഷേ സൗകര്യത്തെ ബേസ് ക്യാമ്പിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബാർബിക്യൂ കിട്ടും, അൺലിമിറ്റഡ് ഓക്സിജൻ സിലിണ്ടർ കിട്ടും. നിങ്ങളുടെ കൂടെ 2 ഷെർപ്പന്മാർ 2 സിലിണ്ടറിന് ചുമന്നുകൊണ്ട് വരും. അപ്പോൾ എവിടെ വെച്ച് കഴിഞ്ഞാൽ സിലിണ്ടർ തീർന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് തരും. ഇതൊക്കെ ഭയങ്കര ലക്ഷറിയാണ്. അതിന് പൈസ കൊടുക്കണം. പിന്നെ വരുന്ന ഷെർപ്പന്മാർ തന്നെ ഹൈലി ഒരു പ്രത്യേക ഗൈഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. FMCG അങ്ങനെയായിട്ട് ഗൈഡ് സർട്ടിഫിക്കറ്റ്. അതൊക്കെ അങ്ങനെയുള്ള ഷെർപ്പ കിട്ടണമെങ്കിൽ തന്നെ $15,000 കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് പോകുന്ന കമ്പനികളും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നേപ്പാൾ ഷെർപ്പന്മാർ തന്നെ ഇപ്പോൾ അങ്ങനത്തെ കമ്പനി എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പർവ്വതാരോഹണം എന്ന് പറയുന്നതിൻ്റെ ചിലവ് കൂടുകയാണോ കൂടുകയാണ്. പിന്നെ ഈ ഷെർപ്പ കമ്മ്യൂണിറ്റി അങ്ങനെ ദാരിദ്ര്യമുള്ള കമ്മ്യൂണിറ്റിയാണ്. അവരവരുടെ കമ്മ്യൂണിറ്റിയെ തന്നെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ അവരെ ഇപ്പം ലോകം അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മല കയറുന്ന അല്ലെങ്കിൽ ഒരു മൗണ്ടനിയറിങ്ങിന് ഇറങ്ങുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവൻ ഷെർപ്പയുടെ കയ്യിൽ കൊടുത്തിട്ട് വേണം നമ്മൾ കയറിപ്പോകാൻ. അതെ, മാത്രമല്ല ഷെർപ്പ എസ് പറഞ്ഞാൽ എസ്, ഷെർപ്പ നോ പറഞ്ഞാൽ നോ. അല്ല അദ്ദേഹത്തെ നമ്മൾ പോയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കരുത്. അതാണ് കാരണം അവർക്കേ ആ സ്ഥലം അറിയത്തുള്ളൂ. നമ്മളൊരു കാട്ടിൽ കൂടെ പോകുമ്പോൾ ആ കാട്ടിലെ ഒരു ആളുടെ കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ അദ്ദേഹം പറയും എടേ അങ്ങോട്ട് പോകാം, ലെഫ്റ്റ് പോകാം, റൈറ്റ് പോകാം, അവിടെ പാമ്പുണ്ട്, ഇവിടെ ആനയുണ്ടെന്ന് പറയും. നമ്മളത് കേൾക്കത്തില്ല. അതേപോലെ തന്നെയാണ് അവസ്ഥ. നിങ്ങൾക്ക് ശ്വാസം മുട്ടുന്നുണ്ടോ, ഇതെത്രയാണ്, 2 ആണോ 3 ആണോ? അപ്പോൾ നമുക്ക് ഹാലൂസിനേഷൻ ചിലപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ പറയും നിങ്ങൾ ഫിറ്റ് അല്ല, നമുക്ക് 2 ദിവസം കഴിഞ്ഞ് പോകാം, താഴേക്ക് പോകാൻ പറയും. കൃത്യമായിട്ട് ഒരു ചോദിക്കണം. തിരിച്ചിറങ്ങണം. നമുക്ക് ഹാലൂസിനേഷൻസ് അല്ലെങ്കിൽ നമുക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് സെറിബ്രൽ എഡീമ എന്ന് പറഞ്ഞ അസുഖം വരും. നമ്മളുടെ ബ്രെയിൻ വികസിക്കാൻ തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൃത്യമായ രീതിയിൽ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല കാര്യങ്ങൾ. ചിലപ്പോൾ നമ്മൾ ആ ഒരു വഴി കണ്ടിട്ട് നമുക്ക് ഹാലൂസിനേഷൻ വേറെ വഴി കൂടെ പോകും. മേളിലെത്തുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അരഗൻസ് കൂടും. നമുക്ക് ആൾക്കാർ പറയുന്നത് നമുക്ക് കാരണം ഓക്സിജൻ കുറയുന്നുണ്ടല്ലോ, നമ്മുടെ ബോഡി ഭയങ്കര മുറുകയല്ലേ. അപ്പോൾ പല ആൾക്കാരും ഷെർപ്പന്മാരായിട്ട് വഴക്കുണ്ടാക്കും. കാരണം അവൻ പറയുന്നത് കേൾക്കത്തേ ഇല്ല. എവറസ്റ്റിൽ പോയ സമയത്ത് എൻ്റെ കൂടെ വന്ന ഒരു ഫ്രണ്ട് അസ്മിത എന്ന പേര്, പുള്ളിക്കാരിയുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് സെറിബ്രൽ എഡീമ എന്ന് പറഞ്ഞ അസുഖം വന്നു. പുള്ളിക്കാരി ടാറ്റ അഡ്വഞ്ചർ ഫൗണ്ടേഷനിലെ സീനിയർ ആയിട്ടുള്ള ടീച്ചറാണ്, ഇപ്പോഴും ഉണ്ട്. പുള്ളിക്കാരി ഇന്ത്യയിലെ തന്നെ ഓക്സിജൻ വെക്കാതെ എവറസ്റ്റ് ക്ലൈംബ് ചെയ്യുന്ന ആദ്യത്തെ ലേഡി ആകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കൂടെ വന്നത് 2022. അങ്ങനെ ഞങ്ങൾക്ക് പരിചയം. വെരി ഫിറ്റ്, 100% ഫിറ്റാണ്. പുള്ളിക്കാരിയുടെ ഒരു ലീനിയേജ് ഷെർപ്പ ലീനിയേജും ഉണ്ട്. അങ്ങനൊരു സ്റ്റോറിയുണ്ട്. പക്ഷേ ഇന്ത്യക്കാരിയാണ് പുള്ളിക്കാരി, ഭയങ്കര സ്ട്രോങ് ആണ്, നമുക്ക് ഉപദേശമൊക്കെ തരും. അപ്പോൾ ഞാൻ ക്ലൈംബ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ പുള്ളിക്കാരി ക്യാമ്പിലുണ്ട്, കരഞ്ഞുകൊണ്ടിരിക്കുക. ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു 100 മീറ്ററിലൂടെയുള്ള എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ. ആ സമയത്ത് പുള്ളിക്കാരുടെ കാഴ്ച നഷ്ടപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ സിലിണ്ടർ വെക്കാതാണ് പോകുന്നത്. അപ്പോൾ ഈ ബ്രെയിൻ വികസിച്ച് പുള്ളിക്കാരുടെ ഒപ്റ്റിക്കൽ നെർവ് തട്ടിയിട്ട് ഫുള്ളായിട്ട് കാഴ്ച നഷ്ടപ്പെട്ടു. പിന്നെ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ നെർവ് പൊട്ടും, പിന്നെ നിത്യമായ അന്ധതയായിരിക്കും. അപ്പോൾ തന്നെ അവർ തിരിച്ച് ഡിസെൻഡ് ചെയ്ത് താഴെ ഇറങ്ങി. നെക്സ്റ്റ് ഇയർ വീണ്ടും ഇത് ട്രൈ ചെയ്തു 2023 ഈ മുത്തമിഴ് സെൽവിയുടെ കൂടെ. 2023 എവറസ്റ്റ് ക്ലൈംബ് ചെയ്യുന്നത്. അപ്പോൾ ഈ അസ്മിത അവിടെയുണ്ട്. പുള്ളിക്കാരി സെയിം സ്ഥലത്ത് വീണ്ടും എന്ത് പറ്റി, കാഴ്ച നഷ്ടപ്പെട്ടു. പിന്നെ പുള്ളിക്കാരി ഓക്സിജൻ സിലിണ്ടർ വെച്ച് അത് കംപ്ലീറ്റ് ചെയ്തു. അത് എവറസ്റ്റിൽ. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ കിളിമഞ്ചാരോയിൽ പോയ അഞ്ജുന്നും ടോമെന്നും പറഞ്ഞ 2 പേരുണ്ട്. അവർ UK നിന്ന് വന്ന കണ്ണൂരുകാരാണ്. അപ്പോൾ കിളിമഞ്ചാരോ 5600 മീറ്ററാണ്, 5556.
അപ്പം നമ്മൾ വിചാരിക്കും കിളിമഞ്ചാരോ ഇപ്പം ഇതൊന്നും സംഭവിക്കത്തില്ല, എവറസ്റ്റിൽ സംഭവിക്കത്തുള്ളൂ. പുള്ളിക്കാരി ഏകദേശം 5000 മീറ്റർ ആയ സമയത്ത് പുള്ളിക്കാരി കാഴ്ചശക്തി മൊത്തമായിട്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഗൈഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗൈഡാണ്. അപ്പം നമുക്കിത് കാഴ്ചശക്തി നഷ്ടപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല നമ്മുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതായിട്ട്. അപ്പോൾ നമുക്ക് വിചാരിക്കും ഹാലൂസിനേഷനാണ്, മഞ്ഞ് മൂടിയതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. കാഴ്ച ഇല്ലാത്ത ആൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം പെട്ടെന്ന് നമ്മുടെ കാഴ്ചശക്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ 5600 മീറ്റർ പുള്ളിക്കാരിക്ക് കാഴ്ചയില്ല, ഒന്നുമില്ല. അപ്പോൾ പുള്ളിക്കാരുടെ ഹസ്ബൻഡുണ്ട്, അതും പുള്ളിക്കാരനും കൂടെ ഉണ്ട്, ടോം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ടോം ഈ ഗൈഡിനെ ഏൽപ്പിച്ചിട്ട് ടോം ഞങ്ങളുടെ കൂടെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിളിമഞ്ചാരുടെ മുകളിലേക്ക് വന്നു. അപ്പോൾ ഗൈഡ് ഞാൻ ഗൈഡിൻ്റെ കാര്യം പറയാം. അവിടുത്തെ ഷെർപ്പയാണ് ഈ ആഫ്രിക്കയിലെ ഗൈഡ്. അപ്പോൾ ആ ഗൈഡിൻ്റെ ഒരു സ്ട്രെങ്തും ഗൈഡിൻ്റെ ഒരു കപ്പാസിറ്റിയും ക്വാളിറ്റിയും വെച്ച് ഗൈഡ് പുള്ളിക്കാരിയെ ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള സമ്മിറ്റിൽ, സ്റ്റെല്ല പോയിന്റ് എന്ന സമ്മിറ്റിൽ എത്തിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അതിന് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടും. അപ്പോൾ പുള്ളിക്കാരിക്ക് ഫോട്ടോ ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ പുള്ളിക്കാരി ചിരിച്ചുകൊണ്ടിരിക്കുക, പുള്ളിക്കാരി കണ്ണേ കാണത്തില്ല, ബ്ലൈൻഡ്, പൂർണ്ണമായിട്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. അപ്പം തന്നെ നമ്മുടെ ഗൈഡ് പുള്ളിക്കാരിയെ ഡിസെൻഡ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് പുള്ളിക്കാരി അഞ്ജു എന്ന് പറഞ്ഞ പുള്ളിക്കാരി നമ്മുടെ ഈ ഹാലൂസിനേഷൻസ് പോലെ വന്നിട്ട് ഈ ഗൈഡിൻ്റെ കൂടെ പോകാൻ സമ്മതിക്കുന്നില്ല. ഗൈഡ് വിളിച്ചിട്ട് പോകുന്നില്ല, ഗൈഡ് പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. പുള്ളിക്കാരിക്ക് ഒരു ടെൻഷനായി, ഒറ്റയ്ക്കായി. ഗൈഡ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, കണ്ണ് കാണുന്നില്ലല്ലോ മൗണ്ടനിൽ. ഭർത്താവാണ് ഞങ്ങളുടെ സബ്മിറ്റ് ചെയ്യാൻ വരികയും ചെയ്തു. കിളിമഞ്ചാറുള്ള കാര്യം പറയുന്നത്. അപ്പം അങ്ങനെ പിന്നെ ഗൈഡിനെ അനുസരിച്ച് ക്യാമ്പിൽ വന്നു. അപ്പോഴത്തേന് കുറച്ച് കാഴ്ച കിട്ടി. അന്ന് തന്നെ ഞങ്ങൾ തിരിച്ച് മൊത്തം സബ്മിറ്റ് താഴെ ഇറങ്ങി ഗ്രാമത്തിലെത്തിയപ്പോഴത്തേന് പൂർണ്ണമായിട്ടും കാഴ്ച കിട്ടി. തിരിച്ചു കിട്ടി. കാഴ്ച കിട്ടി.